ഈ വീഡിയോയിൽ ഇപ്പോഴാണ് പൊതുവിലെ മാധ്യമങ്ങളെല്ലാം കിരാണ ഹിൽസ് ഏറ്റവും വലിയൊരു ടോപ്പിക്കായിട്ട് മാറ്റിയിരിക്കുന്നത്. അതായത് കിരാണ ഹിൽസിൽ ഇന്ത്യ അറ്റാക്ക് നടത്തിയോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് ഇന്ത്യ ഇത് ഡിനൈ ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ഇത് ഡിനൈ ചെയ്തതിന്റെ കാരണം വേറെ ഒന്നുമല്ല. കാരണം ഇന്ത്യയോടൊപ്പം ശരിക്കും ഇതിന്റെ ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട് മൊസാദ്, CIA, റാ മൂന്നും കൂടെ ചേർന്നിട്ടാണ് ഇന്ത്യയിൽ ഇന്റലിജൻസ് സർവൈലൻസ് മുന്നോട്ട് കൊണ്ടുപോയത്. പിന്നെ പാകിസ്ഥാനിന്റെ ഉള്ളിലുള്ള ന്യൂക്ലിയർ ആയുധങ്ങൾ നശിപ്പിക്കണം എന്നുള്ള ദൗത്യം ഏറ്റവും കൂടുതൽ അതിന് ആഗ്രഹിക്കുന്ന ഒരു രാജ്യം ഇസ്രായേലാണ്. കാരണം 78 മുതൽ 98 വരെ പാകിസ്ഥാന്റെ ഉള്ളിൽ ഇതേപോലത്തെ ഈ ഒരു ആണവായുധം പരീക്ഷണം നടത്തുകയും അവർ ആണവായുധം സ്വന്തമാക്കുന്ന ഒരു അവസ്ഥയിൽ എത്തിപ്പെടുന്ന സമയത്ത് ഇസ്രായേലാണ് അതിനെ എതിർത്തിരുന്ന ഏക രാജ്യം, ഇന്ത്യയോടൊപ്പം നിന്നിരുന്നത്. പക്ഷെ അമേരിക്ക ആ സമയത്ത് കുറച്ചൊക്കെ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത് നിന്നിരുന്നത് കൊണ്ട് തന്നെ അതിലൊരു ശക്തമായ രീതിയിൽ ഒരു തീരുമാനത്തിലോട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഒരു ആണവായുധമുള്ള രാജ്യമായിട്ട് ഇങ്ങനെ, അതായത് ഇസ്ലാമിക് രാജ്യങ്ങളിൽ തന്നെ ആണവായുധം വെച്ചിരിക്കുന്ന ഒരേ ഒരു രാജ്യം ഈ പാകിസ്ഥാനാണ്. ഇപ്പം ഇറാൻ പതിയെ പതിയെ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. അപ്പം അതിനൊരു തടയിടാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട രാജ്യങ്ങളെല്ലാം തന്നെയും ഇറാനെ ഗണ്ണിക്കുന്നത്, ഇറാനെ കണ്ടംപ്റ്റ് ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെയാണ് ഇറാനെതിരെ സാങ്ഷൻസ് ഒക്കെ, ഉപരോധങ്ങളൊക്കെ കൊണ്ടുവരുന്നതിന്റെ കാരണം അത് തന്നെയാണ്. കാരണം ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തിന് നിലനിൽപ്പിനൊരു ഭീഷണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ നിലനിൽപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഭീഷണി ഉയരുകയാണ്, അതിന്റെ ഭീഷണിയുടെ റേഷ്യോ വർദ്ധിക്കുകയാണ്. കാരണം പാകിസ്ഥാനിന്റെ അടുത്ത് മാത്രമാണ് ഉള്ളതെങ്കിൽ ഇപ്പൊ ഇറാന്റെ അടുത്തും കൂടി വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഇസ്രായേലിന് ഭീഷണി ഉയരുന്നു. എമാരെങ്ങാനും ഇങ്ങനെ അസുഖം മൂത്തിട്ട് ഒരു ബോംബ് എടുത്തുകൊണ്ട് ഇസ്രായേലിന് മേളിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. അതാണ് ശരിക്കും മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഇസ്രായേൽ എവിടെയൊക്കെ യുവമാർ ആണവായുധം ഉണ്ടാക്കുന്നുണ്ടോ അവിടെയൊക്കെ തുരത്തി പോയി നശിപ്പിച്ചിരിക്കും. അത് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പാകിസ്ഥാന്റെ ന്യൂക്ലിയർ ഡോക്ട്രിൻ ഒരു 3 വർഷം കൊണ്ട് ഇസ്രായേൽ പൊട്ടിച്ച് തരിപ്പണമാക്കി കൈ കൊടുക്കും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇന്ത്യ പാകിസ്ഥാന്റെ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള നീക്കങ്ങളും ചെയ്യില്ല. കാരണം അതിന് ഇന്ത്യക്ക് അതിന്റെ ആവശ്യമില്ല. അല്ലാതെ തന്നെ ഇന്ത്യക്ക് നല്ല രീതിയിൽ പാകിസ്ഥാനെ ഡിഫെൻഡ് ചെയ്യാൻ അറിയാം. ആ ഒരു ഗെയിം നല്ല രീതിയിൽ പാകിസ്ഥാനുമായിട്ട് കളിക്കാനുള്ള കെൽപ്പ് ഇന്ത്യക്കുണ്ട്. ചൈനയുടെ ആയുധ കമ്പനികളുടെ മൊത്ത തട്ടിപ്പ് ഉടായ്പെല്ലാം ഇപ്പോൾ എക്സ്പോസ്ഡ് ആയിരിക്കുകയാണ്. അതുകൊണ്ട് ചൈനീസ് മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള ഇടിവാണ് രേഖപ്പെടുത്തിയത്. പ്രത്യേകിച്ച് ഒരു ആയുധം ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളെല്ലാം തന്നെ ഇടിവ് രേഖപ്പെടുത്തി. അതേസമയം ഇന്ത്യയുടെ ആയുധങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഡിഫൻസ് മേഖലയിലുള്ള കമ്പനികൾക്കെല്ലാം തന്നെ നല്ല രീതിയിലുള്ള ഉയർച്ചയും ഇൻവെസ്റ്റ്മെന്റുകൾ കൂടുതൽ ഇന്ത്യയിലേക്ക് വരികയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതിന്റെ കാരണം വേറെ ഒന്നല്ല, ഈ ഒരു പാകിസ്ഥാനിൽ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ തന്നെയാണ്. 100% ഉറപ്പായിട്ടും നമുക്കത് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണ്. അതിലുപരിയായിട്ട് ആദംപൂർ എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലം ഇന്ത്യക്കകത്ത് അവിടുത്തെ എയർബേസ് ഞങ്ങൾ അറ്റാക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കുറെ ഫേക്ക് ന്യൂസ് ഒക്കെ പാകിസ്ഥാൻ ഇങ്ങനെ പ്രൊപ്പഗൻഡ ഗ്ലോബൽ മീഡിയയിലൂടെ തകർത്ത് വാരി അങ്ങ് വിതറുകയായിരുന്നു. അതിനൊരു മറുപടി കൊടുക്കുന്ന രീതിയിലാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആദംപൂർ എയർബേസ് തന്നെ സന്ദർശിക്കുകയും എയർബേസിലുള്ള നമ്മളുടെ സോൾജേഴ്സിനെ അപ്രിഷിയേറ്റ് ചെയ്യുകയുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നത്. ഒരുപാട് ഫോട്ടോ ക്ലിപ്പുകളൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ആദംപൂർ എയർബേസിൽ നിന്നിട്ട്. ആദംപൂർ എയർബേസ് മാക്സർ എന്ന് പറഞ്ഞ ഏറ്റവും ആക്യുറേറ്റോടുകൂടി ഈ ഭൂമിയുടെ ഉപരിതലം പിക്ചറിലൂടെ പകർത്തി ഒരു കൺഫ്യൂഷനും ഇല്ലാതെ ആ ഒരു സ്ഥലത്തിന്റെ പ്രീവിയസ് ഇമേജ് എങ്ങനെയാണ്, ഇപ്പൊ നിലവിലെ ആ സ്ഥലം എങ്ങനെയാണെന്നുള്ളതൊക്കെ കമ്പയർ ചെയ്ത് വൃത്തിയായിട്ടുള്ള ഇമേജസ് HD ക്വാളിറ്റിയിൽ പുറത്തിറക്കിയിട്ടുണ്ട്. ആ ഒരു ഇമേജ് പ്രകാരം പറയുന്നത് തന്നെ ആദംപൂർ എയർബേസിൽ ഒരു രീതിയിലുള്ള പോറൽ പോലും ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതേപോലെ പാകിസ്ഥാന്റെ ഉള്ളിൽ ഇന്ത്യ നടത്തിയ ആക്രമണങ്ങളെ ചൊല്ലി ഈ ഒരു കിരാണ ഹിൽസ് ആയിക്കോട്ടെ പല സ്ഥലത്തുമുള്ള ഇമേജുകൾ, ഇന്ത്യ എവിടെയൊക്കെ അറ്റാക്ക് നടത്തിയോ ആ സ്ഥലങ്ങളുടെ ഇമേജുകളെല്ലാം പുറത്തു വരുന്നുണ്ട്. ഇതേ മാക്സർ സ്ഥാപനം തന്നെയാണ് ഈ ഇമേജുകളെല്ലാം പുറത്തുവിട്ടിരിക്കുന്നത്. നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഇമേജുകളാണ്. എവിടെയൊക്കെ പൊട്ടാസ് അടി തകർത്ത് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് വ്യക്തമായിട്ട് ലോകത്തിന് മനസ്സിലാക്കുന്ന രീതിയിലാണ് ആ ഒരു ഇമേജുകളെല്ലാം തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് മാധ്യമങ്ങളുടെ പ്രൊപ്പഗൻഡ ന്യൂസ് ഒക്കെ പൊട്ടിത്തെറിച്ച് പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം മാക്സർ എല്ലാത്തിനുള്ള ഉത്തരം അവിടെ കൊടുക്കുകയാണ്, അതും ഇമേജ് രൂപത്തിൽ. ആർക്കും പിന്നെ ഒരു വാക്കും പറയാനില്ല. ആ രീതിയിലാണ് ആക്രമണം. ഈ മാക്സറിന്റെ ഇമേജുകൾ പുറത്തു വന്നതിനെ തുടർന്നാണ് ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റ് കിടുകിടാങ്ങ് മുകളിലോട്ട് ഉയർന്നു കയറി പോയത്. അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം വിത്ത് എവിഡൻസ്, പ്രൂഫാണ്. തുർക്കിയിൽ ഇന്ത്യൻ ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ നല്ല രീതിയിലുള്ള കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് വളരെ നല്ലതാണ്. കാരണം നമ്മളിത് പണ്ട് തൊട്ടേ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഈ തുർക്കി എത്ര തന്നെ ഇങ്ങനെയൊക്കെ അഭിനയങ്ങളൊക്കെ മികച്ച അഭിനയം കാഴ്ചവെച്ചാലും അവരുടെ കൂറ് എപ്പോഴും പാകിസ്ഥാനോടൊപ്പം തന്നെയായിരിക്കും. പാകിസ്ഥാനോടൊപ്പം മാത്രമല്ല, ഇതേ രീതിയിൽ ഈ ബ്രദർഹുഡ് ഐഡിയോളജി ഒക്കെ എവിടെയൊക്കെ ഇങ്ങനെ പകർത്തി നടക്കുന്നുണ്ടോ
അവരോടൊപ്പമായിരിക്കും ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നത് തുർക്കി, പ്രത്യേകിച്ച് തയ്യബ് എർദോഗന്റെ ലീഡർഷിപ്പിൽ മുന്നോട്ട് പോകുന്ന ആ ഒരു സർക്കാർ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം തുർക്കി കുറച്ച് തിരിച്ചറിവ് വന്ന മാതിരിയും, അതായത് ഇപ്പൊ ഈ ഒരു സീസ് ഫയർ വന്നല്ലോ, സീസ് ഫയർ വന്നതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ പാകിസ്ഥാൻ വലിയ രീതിയിലുള്ള ഭീഷണി ഇന്ത്യയുടെ സൈഡിൽ നിന്നില്ല. അപ്പോൾ പെട്ടെന്ന് പ്ലേറ്റ് തിരിച്ചിട്ട് അത് ഞങ്ങൾ അറിയാതെ ചെയ്തതാണ്, ഇല്ലെങ്കിൽ അതാണ് ഇതാണെന്നൊക്കെ പറയാം. അത് ഞങ്ങൾ തമ്മിലുള്ള ഒരു എഗ്രിമെന്റിന്റെ ബേസിസിൽ ഞങ്ങൾ ചെയ്തതാണ്, ഞങ്ങൾ വലിയ തോതിലുള്ള ആയുധങ്ങളൊന്നും കൊടുത്തിട്ടില്ല, ഈ ബൈറാക്ടർ ഡ്രോൺ എന്നൊക്കെ പറയുന്നത് അതൊക്കെ പണ്ട് ഞങ്ങൾ കൊടുത്തതാണ് എന്നുള്ള നിലയിലുള്ള ചില ഉരുണ്ടുകളിയുമായിട്ടാണ് തുർക്കി മുന്നോട്ട് വരുന്നത്. കാരണം വേറെ ഒന്നല്ല, ടൂറിസം മേഖലയിൽ ഉണ്ടായ ഇടിവ്, ഇന്ത്യൻസിന്റെ ഗണ്യമായ രീതിയിലുള്ള കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇസ്താൻബുൾ സിറ്റിയിൽ. പറഞ്ഞാൽ ഏതാണ്ട് 3 ലക്ഷത്തിലധികം ആൾക്കാരാണ് ഇസ്താൻബുളിലേക്ക് ടൂർ പോകുന്നത്. അപ്പോൾ ആ ഒരു വരുമാനത്തിൽ ഉണ്ടാകുന്ന ഇടിവ് തുർക്കിയെ സാരമായി ബാധിക്കുമെന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. അതിലുപരിയായിട്ടാണ് തുർക്കിയുടെ ആയുധങ്ങളും കൂടെ അടിച്ചു വീഴ്ത്തിയിട്ട്, അതായത് ആകാശ് എന്ന് പറഞ്ഞ ആ ഒരു മിസൈൽ വെച്ചിട്ടാണ് തുർക്കിയുടെ ബൈറാക്ടർ എന്ന് പറഞ്ഞ ഡ്രോൺ എല്ലാം നമ്മൾ അറ്റാക്ക് ചെയ്ത് വീഴ്ത്തിയത്. അപ്പോൾ ഇത് ശരിക്കും തുർക്കിയുടെ ആയുധ കച്ചവടത്തിന്റെ മോഹങ്ങൾക്കും ചൈനയുടെ ആയുധ കച്ചവടത്തിന്റെ മോഹങ്ങൾക്കും ഒരു വിരാമമാണ് ഇന്ത്യ ഇപ്പം കുറിച്ചു വെച്ചിരിക്കുന്നത്. ഈ കാണിക്കുന്ന ഇമേജിൽ നിങ്ങൾ നോക്കിയോ, ഇതിനകത്ത് റഡാർ സൈറ്റ് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഈ റഡാർ സൈറ്റ് കൃത്യമായിട്ട് തന്നെ ഈ സൈറ്റിൽ ഇന്ത്യ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അതിലുപരിയായിട്ട് ഒരു സ്മോക്ക് കമ്മിങ് ഹിയർ എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ടല്ലോ, ഈ ഏരിയയിലാണ് ഈ ഒരു ന്യൂക്ലിയർ സൈറ്റിന്റെ ഉള്ളിൽ നിന്നും ഈ ഒരു ലീക്ക് സംഭവിക്കുന്നതായിട്ടുള്ള ഡൗട്ട് ഉള്ളത്. അപ്പോൾ ഇതിനെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും അമേരിക്കയിൽ നിന്ന് ഇനിയൊരു യൂണിറ്റും കൂടി വരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഇൻസ്പെക്ഷൻ പാകിസ്ഥാന്റെ ഉള്ളിൽ വൈകാതെ തന്നെ നടത്തേണ്ടതാണ്, അത് ഉടനെ തന്നെ നടക്കും. പിന്നെ ഒരു സ്ഥലം കാണിച്ചിട്ടുണ്ട്, സ്റ്റോറേജ് സൈറ്റ് ഫോർ മിസൈൽ ട്രാൻസ്പോർട്ടേഷൻ വെഹിക്കിൾസ് എന്ന് പറഞ്ഞുകൊണ്ട് കുറെ വെഹിക്കിൾസ്, മിസൈൽ ട്രാൻസ്പോർട്ടേഷൻ വെഹിക്കിൾസ് വെച്ചിരിക്കുന്ന സ്ഥലം, ആ ഒരു സ്റ്റോറേജ് ഗോഡൌണിൽ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അണ്ടർഗ്രൗണ്ട് സ്റ്റോറേജ് ബങ്കേഴ്സ്, അതായത് അണ്ടർഗ്രൗണ്ട് സ്റ്റോറേജ് ബങ്കേഴ്സ് എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലത്തും അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ഹെലിപാഡ്, ഈ ഹെലിപാഡിലും അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ഇതാണ് സർഗോദ എന്ന് പറഞ്ഞ ആ ഒരു എയർപോർട്ടിന്റെ ഭാഗത്ത് നടത്തിയ ആക്രമണത്തിൽ മൊത്തത്തിൽ ഇന്ത്യ ടാർഗറ്റ് ചെയ്തിരുന്ന സ്ഥലങ്ങൾ. മാർക്കോ റൂബിയോ ഒരു കൃത്യമായ താക്കീത്, ഒരു ലാസ്റ്റ് വാർണിംഗ് എന്ന് വേണമെങ്കിൽ പറയാം, അതായത് ഇറാന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എത്രയും വേഗം ഈ ന്യൂക്ലിയർ ഡീലുമായിട്ട് മുന്നോട്ട് വരിക, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ട്രക്ഷൻ അഥവാ ഡിസ്ട്രോയ് ചെയ്യുന്ന പ്രോസസ്സിലോട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേൽ ആണെങ്കിൽ ഏത് മൊമെന്റിൽ ഒരു പെർമിഷൻ കിട്ടിയാൽ അതിനെ ഒന്ന് അടിച്ചിടാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ അവസ്ഥയിലാണ് കാര്യങ്ങൾ. ഇസ്രായേൽ ഇറാന്റെ മാത്രമല്ല പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ നശിപ്പിക്കാനും കൂടി ഇസ്രായേലിന്റെ ഉള്ളിൽ പദ്ധതിയുണ്ട്. അതും കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. പാകിസ്ഥാന്റെ ആണവായുധം എന്ന് പറഞ്ഞാൽ ഈ സിയാ ഉൽ ഹക്ക്, അതേപോലെ തന്നെ സുൽഫിക്കർ അലി ഭൂട്ടോ, ഇവർ രണ്ടുപേരുമാണ് ഈ ഒരു ന്യൂക്ലിയർ ആയുധം പാകിസ്ഥാന്റെ ഉള്ളിലേക്ക് വരാൻ നിർണായക പങ്കുവഹിച്ചത്. അതേപോലെ ഇന്ത്യ ഈ ഒരു വെള്ളം കൊടുക്കില്ല എന്നുള്ളത് തീർത്തും അങ്ങ് ഉറപ്പിച്ചങ്ങ് പറഞ്ഞിരിക്കുകയാണ്. അത് വെള്ളം തൽക്കാലം ഇടയ്ക്കിടയ്ക്കൊക്കെ തുറന്നു വിടും, പക്ഷെ നമ്മളൊരു പെർമനന്റ് ആയിട്ട് ഒരു സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു മാർഗത്തിലൂടെ ഫുൾ ആൻഡ് ഫുൾ കംപ്ലീറ്റ് വെള്ളവും നമ്മൾ രാജസ്ഥാനിലൂടെ വഴിതിരിച്ച് ഇന്ത്യക്കുള്ളിൽ തന്നെ കടത്തിവിടാനാണ് ശ്രമിക്കുന്നത്. ഈ പദ്ധതി വരുന്നതോടുകൂടി ഇന്ത്യക്കും പാകിസ്ഥാനുമായിട്ട് ഒരു നിരന്തരമായിട്ടുള്ള ഒരു വലിയ തോതിലുള്ള ഒരു യുദ്ധം വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. കാരണം ഈ വെള്ളത്തിന്റെ പ്രശ്നം ഇങ്ങനെ രൂക്ഷമായിട്ട് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ നിവർത്തികെട്ട് ഇന്ത്യയുമായിട്ട് ഒരു യുദ്ധത്തിലേക്ക് വരും. പക്ഷെ അവർക്ക് ആ സമയത്ത് പൊട്ടൻഷ്യൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല. പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ ഒരു യുദ്ധം വരാനുള്ള പ്രെഡിക്ഷൻ പല വിദഗ്ധരും മുന്നിൽ കാണുന്നുണ്ട്. ഇന്ത്യ അറ്റാക്ക് ചെയ്തതിൽ അമേരിക്കയുടെ AN/TPS 77 എന്ന് പറഞ്ഞ റഡാർ സിസ്റ്റം ഇന്ത്യ അറ്റാക്ക് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അമേരിക്കയുടെ റഡാർ സിസ്റ്റം, ഇതൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. അമേരിക്കയ്ക്ക് എന്തുകൊണ്ട് പൊള്ളുന്നു പറഞ്ഞാൽ അമേരിക്കയുടെ കുറെ സാധനങ്ങൾ പാകിസ്ഥാന്റെ ഉള്ളിലുണ്ട്. ഇത് ഈ ഒരു റഡാർ ഈ ഇടയ്ക്ക് ലോക്കിഡ് മാർട്ടിനിൽ നിന്നും പാകിസ്ഥാൻ ഓർഡർ ചെയ്ത് വരുത്തി. ലോക്കിഡ് മാർട്ടിൻ എന്ന് പറഞ്ഞ അമേരിക്കൻ കമ്പനിയുടെ ഒരു ഉൽപ്പന്നമാണ് ഈ ഒരു TPS 77 റഡാർ എന്ന് പറയുന്നത്. ഈ റഡാറിനെയാണ് ഇന്ത്യ തകർത്ത് അടിച്ചു കളഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് മാൽഡീവ്സ് വീണ്ടും $50 മില്യൺ കൊടുത്തിരിക്കുകയാണ് ഡോളർ മാൽഡീവ്സിന്. SBI ആണ് അവരുടെ ആ ഒരു കടംപത്രം സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. $50 മില്യൺ ഫോറിൻ കറൻസി ഷോർട്ടേജ് കൊണ്ട് ഇന്ത്യ വീണ്ടും മാൽഡീവ്സിന് കൊടുത്ത് സഹായിച്ചിരിക്കുകയാണ്. ഇതിങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതാണ് ഇപ്പോൾ നിലവിലുള്ള അവസ്ഥ. പാകിസ്ഥാൻ ഒഫീഷ്യലി പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് 11 മിലിറ്ററി ഉദ്യോഗസ്ഥരും അതേപോലെ തന്നെ 78 പേർക്ക് ഗുരുതര പരിക്കും. ഇതാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ നടത്തിയതിൽ അവർക്ക് പറ്റിയ ഒരു നഷ്ടമായിട്ട് അവർ നഷ്ടക്കണക്കിൽ കൊള്ളിച്ചിരിക്കുന്നത്. അംജദ് അയ്യൂബ് മിർസ, ഈ അംജദ് അയ്യൂബ് മിർസ എന്ന് പറഞ്ഞ വ്യക്തി താമസിക്കുന്നത് POJക്ക്, അതായത് പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് ജമ്മു ആൻഡ് കാശ്മീർ, ആ ഒരു മേഖലയിലാണ് ഈ വ്യക്തി താമസിക്കുന്നത്. ഒരു പൊളിറ്റീഷ്യനാണ്. പുള്ളി പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറൊക്കെ നടത്തി കുറെ ആക്രമണങ്ങളൊക്കെ ഇവിടെ നല്ല രീതിയിലുള്ള ഒരു ഓപ്പറേഷനാണ് ഇവിടെ
നല്ല രീതിയിലുള്ള ഒരു മിഷനാണ് ഇവിടെ കാഴ്ചവെച്ചത്. പക്ഷേ കുറേ തീവ്രവാദികൾ ഓൾറെഡി തന്നെ സേഫ് ആയിട്ടുള്ള ഷെൽട്ടറിലേക്ക് മാറിക്കഴിഞ്ഞിരുന്നു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റും കൂടി പുള്ളി പറയുന്നുണ്ട്. ഇപ്പൊ ഇന്ത്യ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിർണായകമായിട്ടുള്ള തീവ്രവാദികളുടെ നിർണായക സ്ഥലങ്ങളൊക്കെ തന്നെയാണ് അറ്റാക്ക് ചെയ്തത്. പക്ഷേ കുറേ തീവ്രവാദികൾ എസ്കേപ്പ് ആയി പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു മിർസ പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. കുറേ തീവ്രവാദികൾ ഇങ്ങനെ ഈ മുൾട്ടാൻ പോലത്തെ സ്ഥലങ്ങളൊക്കെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, അവിടെയൊക്കെ പോയി താമസിക്കുന്നുണ്ട്. അവരൊക്കെ ഇനി പതിയെ അങ്ങ് വരും. പതിയെ ഇങ്ങനെ തലയും പൊക്കി വന്നിട്ട് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു അവസരം കിട്ടുമ്പോഴത്തേക്കും ഇന്ത്യക്കുള്ളിൽ നുഴഞ്ഞു കയറിക്കൊണ്ട് പല രീതിയിലുള്ള ആക്രമണങ്ങൾക്ക് വഴിയൊരുക്കും. ആ സമയം പഴയതുപോലെയല്ല, അതിനേക്കാളും അതിശക്തമായ രീതിയിൽ ഇന്ത്യ പ്രതികരിക്കും. അതിനുള്ള സൂചനയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇന്ത്യ 5 മിറാജ് ഫൈറ്റർ ജെറ്റുകൾ അറ്റാക്ക് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. 5 മിറാഷ് 5 ഫൈറ്റർ ജെറ്റുകൾ പാകിസ്ഥാൻ്റെത് ഇന്ത്യ അടിച്ച് പൊട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ്, 5 എണ്ണം. അതിന്റെ എവിഡൻസോട് കൂടിയ ഫോട്ടോ ഇന്ത്യൻ ഡിഫൻസ് പുറത്തിറക്കിയിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള എഞ്ചിന്റെ ആ ഒരു ഫാനിന്റെ സിമ്പിളും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ആ പൊളിഞ്ഞു കിടക്കുന്ന തകർന്ന് കിടക്കുന്ന സാധനത്തിൽ വളരെ ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അതേപോലെ ഇന്ത്യൻ എയർഫോഴ്സ് ചൈനയുടെ സ്റ്റെൽത്ത് റഡാർ YLC-8E എന്ന് പറഞ്ഞ ആ കാറ്റഗറിയിൽ വരുന്ന സ്റ്റെൽത്ത് റഡാർ സിസ്റ്റം അടിച്ച് പൊട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ നോക്കിക്കോളാം, നമ്മൾ ലിസ്റ്റ് ഓഫ് അറ്റാക്ക് എത്രമാത്രം ഇന്ത്യ ശക്തമായി പ്രതികരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. വളരെ സ്പെസിഫിക് ആണ് കാര്യങ്ങൾ. ഇത് പാകിസ്ഥാന്റെ ചുനിയാൻ എയർബേസ് എന്ന് പറഞ്ഞ എയർബേസിലാണ് ഈ ഒരു സ്റ്റെൽത്ത് റഡാർ സ്ഥാപിച്ചിരുന്നത്. ആ എയർബേസിലാണ് ഈ ഒരു അറ്റാക്ക് നടത്തിയിരിക്കുന്നത് ഇന്ത്യ. കുറെ സമഗ്രമായ വിഷയങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.